ഞാൻ വരാൻ താമസിച്ചു. ഉറക്കം വരുന്നുവല്ലേ? 101 രാത്രികളിലും ഇതേ സമയത്ത് ഞാൻ ഉറങ്ങിയിട്ടില്ലല്ലോ. പിന്നെന്താ ഇന്ന് മാത്രം ഈ ചോദ്യം? അഗ്നി പരീക്ഷണം കഴിഞ്ഞ സീതാദേവിയെ പോലെയാണ് ഇന്നെന്റെ മനസ്സ്. രാവണനിൽ നിന്നും സീതയെ മോചിപ്പിച്ച ശ്രീരാമചന്ദ്രനെ പോലെയാണ് ഇപ്പൊ ഞാൻ. എന്റെ മനസ്സ് നിറയെ സംശയം. സംശയമോ? എന്നെയോ? ഗുരുവിനോടൊരു അപേക്ഷ. രാവണനോട് യുദ്ധം ചെയ്ത് ക്ഷീണിച്ച ഹനുമാൻ ഉറങ്ങാൻ രാമചന്ദ്രനും സീതയും അനുവാദം കൊടുത്തിരുന്നു. അതുപോലെ എനിക്കും. അങ്ങ് ഹനുമാനല്ല, എന്റെ ശ്രീരാമചന്ദ്രനാണ്. ഗുരുവിന്റെ ആജ്ഞ ലംഘിച്ചാലുള്ള ശിക്ഷ അറിയാമല്ലോ. അറിയാം. സ്വന്തം മാംസത്തിൽ വണ്ട് തുളച്ചു കയറിയിട്ടുണ്ട്. ഗുരുവിന്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്താത്ത കർണനെ കുറിച്ച് പഠിപ്പിച്ചതും അവിടെ തന്നെ. നല്ല ഓർമ്മശക്തി ഉണ്ടല്ലോ. വണ്ടെത്താനുണ്ണാത്ത പൂവ്. വരും. ഉറങ്ങണ്ടേ? ഉറങ്ങണം. ഉറങ്ങാത്ത 101 രാവുകൾ ഒരുമിച്ചുറങ്ങണം. ഉണർത്താൻ ആള് വരുവോളം ഉറങ്ങണം. കത്തിയേരിയുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ ഈ മുഖം കണ്ടുറങ്ങണം. കുഞ്ഞമ്മേ, ദാഹം എത്രയേറിയാലും ആരും എണ്ണ കുടിക്കാറില്ല. മനസ്സിലായില്ല. ദുർഗ ഒരിക്കലും ദാസന് പ്രണയരേഖ എഴുതിയ പനയോല കൊടുക്കില്ല. ഞാൻ ദാസനും അവിടുന്ന് ദുർഗയുമാണ്. ഞാൻ അവിടുത്തെ ശിഷ്യനും അവിടുന്ന് എന്റെ ഗുരുവുമാണ്. ഗുരുശിഷ്യ ബന്ധത്തെക്കാൾ ഉപരി മറ്റൊന്നും ഈ ലോകത്തിലില്ല. ഇല്ല, നിങ്ങൾ എനിക്ക് പുറ തന്നവനാണ്. മത്സരത്തിൽ ജയിച്ച് താലിയും മാനിയും തന്നവനാണ്. അതേ പുണ്യം. രാമരാമണ യുദ്ധത്തിൽ ശ്രീരാമചന്ദ്രന് വേണ്ടി ഹനുമാൻ മരുത്വാമല നൽകിയതുപോലെ എന്റെ ഗുരുവിന് വേണ്ടി ഞാനെല്ലാം നൽകി. ഓം ഗുരുവേ. നിങ്ങൾക്ക് വേണ്ടി നാണവും മാനവും കെട്ടവൻ ഞാനാണ്. എന്റെ വിയർപ്പിന്റെ തുടിപ്പാണ് നിങ്ങൾ. എന്റെ എല്ലാ മോഹങ്ങൾക്കും എതിരില്ലാതെ ഉരിയാടേണ്ട പുരുഷനാണ് നിങ്ങൾ. പറയും, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? നിങ്ങൾ എന്റെ ഭർത്താവല്ലേ? ഇല്ല ഇല്ല. നിൽക്കിൻ. സത്യം പറയും, അല്ലെങ്കിൽ ഈ വാളുകൊണ്ട് നിങ്ങളുടെ തല ഞാൻ എറിഞ്ഞിടും. വളരെ സന്തോഷം. ഇതുവരെ ഒരു ശിഷ്യനും കിട്ടാത്ത മഹാഭാഗ്യം. വെട്ടിക്കൊള്ളു. കാവിലമ്മേ, എന്നെ പോലെ ആൺതലകളുടെ ചവിട്ടേറ്റ് തകർന്ന ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ ഈ ഭൂമിയിൽ? ഒടുവിൽ കുപ്പയിൽ കിടന്ന ഈ കൈക്കെട്ടിയെ പൂമാലയാക്കി എന്റെ കഴുത്തിൽ അണിയിച്ചിട്ട് ആൺതരികളെല്ലാം പരിഹസിച്ചു, പൊട്ടിച്ചിരിച്ചു. എന്റെ അച്ഛനാങ്ങളമാർ അഭിമാനത്തിന്റെ പേരിൽ എന്നെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി. എല്ലാം സഹിച്ച് ഈ മനുഷ്യനെ ഈ നിലയിലാക്കിയപ്പോൾ എന്നെ ഉപദേശിക്കുന്നു. ഇല്ല, ഈ ഭൂമിയിലുള്ള ഒരു പുരുഷനെയും ഞാൻ ഇനി വിശ്വസിക്കില്ല. സത്യം. ഇന്നു മുതൽ ഈ വെൺമണിക്കോട്ടയ്ക്ക് പെൺമണിക്കോട്ട എന്ന് പേര് മാറ്റി വിളംബരം ചെയ്യൻ. കോട്ടവാതിക്കൽ മംഗന്മാർ മാത്രം കാവലിരിക്കട്ടെ. അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒരു ആൺതരി കോട്ടയ്ക്കുൾ കടന്നാൽ അവന്റെ തല അരിഞ്ഞു കളയൻ. നിങ്ങൾ ക്ഷമിക്കും. ക്ഷമയേക്കാൾ മൂർച്ചയുള്ള മറ്റൊരായുധമില്ല. ക്ഷമിക്കും. നിർത്തി. ആദ്യം ഈ ദ്രോഹിയെ പിടിച്ച് തടവറയിലിടൻ. ഈ കോട്ടയിലുള്ള എല്ലാ ആൺതരികളെയും പിടിച്ച് വെളിയെ തള്ളൻ. അമ്മേ, കാവിലമ്മേ, ഞാൻ എന്ത് പാവം ചെയ്തു? എന്റെ അമ്മേ, ഞാൻ ആർക്കെന്ത് ദോഷം ചെയ്തു? എന്നെ എന്തിനീ കണ്ണീരിൽ ആഴ്ത്തുന്നു? അമ്മേ, പറയും, എന്നെന്തിനിങ്ങനെ പരീക്ഷിക്കുന്നമ്മേ? എന്തിനു പരീക്ഷിക്കുന്നു? അമ്മേ, എന്നെ പരീക്ഷിക്കുന്നു. അത് കണ്ടോ? നാട്ടാരെ, നാടുവാഴിയുടെ ഉത്തരവിൻപടി
വെൺമണിക്കോട്ടയിലെ പൊന്നിയമ്മ അറിയിക്കും വിളംബരം എന്തെന്നാൽ ഇന്നലെ വരെ തനിക്ക് അവകാശപ്പെട്ട വെൺമണിക്കോട്ടയ്ക്ക് പെൺമണിക്കോട്ട എന്ന് പേര് മാറ്റിയിരിക്കുന്നു. ഇന്നു മുതൽ ഏതെങ്കിലും ഒരു അന്തരി കോട്ടവാതിൽ അറിഞ്ഞോ അറിയാതെയോ കടന്നാൽ കഴുത്തരിഞ്ഞു കളയുമെന്നും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. അകത്തേക്ക് പോകാൻ പറ്റുകയെന്നല്ലേ പറഞ്ഞത്? അയ്യോ, എന്നെ അകത്തേക്ക് വിട്ട എന്റെ നേർഭങ്ങളൊന്നും പറയില്ല. ചെന്ന ചൊല്ലി അമ്പുവാങ്ങളാ നേർഭങ്ങളെ കാണാൻ കോട്ടവാതുകളിൽ കാത്തു നിൽക്കുമെന്ന്. ഇവിടെ ആങ്ങളായാലും അച്ഛനായാലും അന്യവരായാലും എല്ലാം സമമാണ്. ആന്തല ആരായാലും ശരി, ഈ അതിർത്തി കടന്നാൽ ആ ബലിക്കല്ലേല് തല വെച്ച് വെട്ടിപ്പൊന്നു. എന്റെ അമ്മമാരെ, ഇത് കണ്ടോ? ഞാൻ എത്ര പാട് കഴിച്ചാണ് ഇത് പറിച്ചോണ്ട് വന്നത്. എന്റെ പെങ്ങൾക്ക് ഇഷ്ടമുള്ള പൂവാണിത്. നീ ഇവിടെ നില്ലേ, ഞാൻ ചെന്ന് ചോദിക്കട്ടെ. ആങ്ങളയല്ലേ, വല്ല അലിവും തോന്നിയാ നിന്റെ ഭാഗ്യം. പൊന്നാങ്ങളേന്റെ ആ മുഖവും ആ സങ്കടത്തിനുള്ള വർത്തമാനം കേട്ടപ്പോൾ ഇവിടെ വന്നൊന്ന് ചോദിക്കാമെന്ന് കരുതി. എന്റെ അമ്പൂരം മനസ്സ് നീറുന്നത് എനിക്കറിയാം. അതിനേക്കാൾ ഉരുകുന്നത് എന്റെ ഉള്ളാണ്. പക്ഷേ വേണ്ട, ഒരു ആൺ തലയും എനിക്ക് കാണണ്ട. അവനെ കാണാൻ കഴിയില്ലെന്ന് പറയും. അവനകത്ത് വിട്ടാൽ ശിക്ഷ നിങ്ങൾക്കാണ്. എന്റെ പെങ്ങളെന്നെ ഉടനെ കൊണ്ടുപോയില്ല പറഞ്ഞ? ഇല്ല. ഇല്ലേ, എന്റെ പെങ്ങളെന്നെ കാണണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ ഈ പൂ എന്റെ പെങ്ങളുടെ കയ്യിൽ ഒന്ന് കൊടുത്തേക്കൂ. ഞാൻ എന്റെ പെങ്ങളെ ദൂരെ നിന്നൊന്ന് കണ്ടോളാം. ഒന്ന് അനുവദിക്കില്ല. ഈ ചെറുക്കൻ ഞങ്ങളുടെ തല കൊയ്യിക്കഥ അടങ്ങില്ല. പോയി. അയ്യോ, എന്റെ അമ്മമാര് എന്നെ കൊല്ലല്ലേ. കല കണ്ട നമ്മുടെ കെട്ടോടുമാർ തന്നെ കുന്തവും പിടിച്ച് നടക്കുന്നത്. എന്റെ ഭാര്യ കാമാക്ഷി അവിടെ നിക്കണല്ല, നടക്കണ്. നീ നോക്കിക്കോ കാമാക്ഷി, നമ്മുടെ എല്ലാം കെട്ടിയവന്മാര് ഈ കോട്ടയുടെ മുന്നിൽ കടന്ന് കരഞ്ഞില്ലെങ്കിൽ ബല വേണ്ട. പിന്നെ ഇത്രയും നാളും പോട്ടെ എന്ന് കരുതി. പിന്നെ ഭർത്താവല്ല, ഏത് പുരുഷനായാലും ഈ അതിർത്തി കടന്നു വന്നാൽ തല അരിഞ്ഞു കളയാനാ പൊന്നിയമ്മയുടെ കൽപ്പന. അയ്യേ, നാണമില്ലാതെ പോകുന്നു. 2 ദിവസം പെണ്ണുങ്ങളില്ലാണ്ടായപ്പോ കരച്ചിലായി ഓട്ടമായി. പറഞ്ഞില്ലെന്ന് വേണ്ട, ഈ അതിർത്തിക്ക് ഇപ്പുറം കടന്നാൽ തല അരിഞ്ഞു കൽപ്പന. അറിയാമോ, നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ മോങ്ങണ. നിങ്ങൾ വലിയ സുൽത്താനാണല്ലോ. ചെല്ല്, 5-6 പെണ്ണുങ്ങളെ കൂടെ കെട്ടിക്കൊണ്ട് വരി. എന്റെ പൊന്നാര ദിവാത്തു, നീ നമ്മുടെ കൽബാണ്. നമ്മളെ കത്തിൽ നിർത്തി വാഴിക്കാം. അറിയാതെ പോയ പല പൊറിക്ക് ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്. കല്യാണവും കുഞ്ഞിന് ചോറൂട്ടുന്നത് വരെ ഞങ്ങൾ സ്വപ്നം കണ്ടവരാണ്. ഇതുപോലുള്ള വഞ്ചകന്മാരെ നശിപ്പിച്ചിട്ടേ നമുക്ക് മരിക്കാവൂ കുട്ടിയമ്മേ. പൊന്നമ്മയ്ക്ക് കൂട്ട് ഞാനുണ്ട്. മോളെ,
ഇല്ലാത്ത ഈ വീരത്വം കാണിച്ച് നീ എങ്ങനെ ജീവിക്കാൻ പോന്നു? എവിടെ എന്റെ പൊന്നുമോൻ അമ്പു? അമ്മ ക്ഷമിക്കണം. ഈ കോട്ടയിൽ ഇനി ഒരു പുരുഷന്റെയും കാൽപ്പാട് വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാവിലമ്മ കാത്ത് അമ്പുവിനെ കാവൽക്കാരികളുടെ വാളിനിരയാകാതെ ആരോ തട്ടിക്കൊണ്ടുപോയി. നിനക്ക് ഭ്രാന്താണോ? അതെ, മനസ്സ് മരുവിച്ചപ്പോൾ എനിക്ക് ഭ്രാന്തിളകി. അമ്മ ഇരിക്കും. ഇല്ലടി, അച്ഛനെ കോട്ടയ്ക്ക് പുറത്ത് നിർത്തിയിട്ട് നിന്റെ ഈ പോരും പടയും കണ്ടു നിൽക്കാൻ എനിക്ക് മനസ്സില്ല. എന്റെ കാവിലമ്മേ, എന്റെ പൊന്നുമോനെ ഞാൻ ഇനി എവിടെ ചെന്ന് തേടും? പെണ്ണുങ്ങളെ, നിങ്ങളുടെ ഈ കുന്തം ഒന്ന് അകത്താമോ? എന്തിനാ? എടാ പൊന്നിയമ്മോട് പറയാനുള്ള കാര്യം ഇവരോട് പറയാനുള്ളത്. ഷീടാ, ഇതെന്താ ആനയും പേടിക്കണോ, ആന പിണ്ടത്തെയും പേടിക്കണോ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾ പൊന്നിയമ്മയ്ക്ക് തുണയ്ക്കായിട്ട് വന്നവരാണ്. ഒന്ന് മുഖം കാണിക്കണം. വരൂ. കുട്ടിയമ്മേ, കടത്ത നാട്ടിലെ ആണുങ്ങൾ ചിലപ്പം പടയ്ക്ക് പുറപ്പെട്ടേക്കാം. അതെ പുണ്യമ്മേ, ഇന്നല്ലെങ്കിൽ നാളെ അതുണ്ടാവും. വരട്ടെ, ശക്തി ആർക്കാണെന്ന് നോക്കാം. പെൺമണിക്കോട്ടയിലെ വീരാംഗനയായ പൊന്നിയമ്മയെയും കുട്ടിയമ്മയെയും മുഖം കാണിക്കാനായിട്ട് പുലേനാർ നാട്ടിൽ നിന്നും വരികയാണ്. എടുത്തു. വന്നത് പെൺമണിക്കോട്ടയ്ക്ക് ചോര കൊടുത്ത് വളർത്താനോ അതോ കണ്ണീര് ചൊരിഞ്ഞ് തളർത്താനോ? ഉള്ളത് പറയണമല്ലോ. പേറും പുറപ്പും നടത്തി, മുളയൂട്ടും താരാട്ടും നടത്തി, ആണുങ്ങളുടെ ആട്ടും തുപ്പും കെട്ടും മതിയായി തമ്പുരാട്ടി. കൊള്ളാം, ഉശിരുള്ള പെണ്ണ്. പൊന്നു തമ്പുരാട്ടി, അടിയന്റെ മക്കളാണ് ഈ രണ്ട് പെൺകിടാങ്ങളും. ഇവിടെ അടിയറ വയ്ക്കാൻ അടിയൻ കൂട്ടിക്കൊണ്ടുവന്നാണ്. ഇവളുടെ പേര് കണ്ണച്ചി, ഇവളുടെ പേര് അമ്പിച്ചി, അടിയന്റെ പേര് തങ്കച്ചി. പൊന്നു തമ്പുരാട്ടി, ഈ മുഖത്തോട്ടൊന്ന് നോക്കണം. അടിയന്റെ തൽ സ്വരൂപമല്ലേ? അഴകും ആവേശവുമുള്ള പെണ്ണുങ്ങൾ. പക്ഷെങ്കിൽ ഈ കോട്ടയിലെ മുറതെറ്റി നടന്നാലോ, ഏതെങ്കിലും ഒരു പുരുഷനെ പറ്റി മനസ്സാൽ വിചാരിച്ചാലോ വാളിനിരയാകും. ഈ അമ്മയാണ്, ഈ ചേച്ചിയാണ്, ഈ നിൽക്കുന്ന എന്റെ പൊന്ന ചേച്ചിയാണ്. ഒരു പുരുഷനെയും മനസ്സാവാത ഞാൻ ഓർക്കില്ല. ഇത് സത്യം. എന്റെ പ്രായത്തിന് ഇനി ഓർത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. മക്കളെ പറഞ്ഞത് കേട്ടില്ല? സത്യം സത്യം സത്യം. ആരെവിടെ? വിളിച്ചോണ്ട് പോകും. പുറം നാട്ടിലുള്ള പെണ്ണുങ്ങൾ നമ്മുടെ ഭാഗത്തേക്ക് വരണുണ്ട് പൊന്നമ്മേ. അതാ ആ കാണുന്നതാണ് നമ്മുടെ ആയുധപുരം. അതിനപ്പുറം കൂട്ടുപുരം. അയ്യോ, കൂട്ടുപുരയെന്ന് കേട്ട മുൻമനകത്തോട്ട് കയറും. 10 പെറ്റ വയറല്ലേ. ഇവിടെ എന്താ കഥ പറ? അയ്യോ, അതിനകത്തൊരു പെണ്ണ് കിടക്കുന്നല്ലോ. അവളാണ് മദിരാക്ഷി. ഇവൾ മനസ്സുകൊണ്ടൊരു പുരുഷനെ പ്രേമിച്ചു. അയ്യോടെ പെണ്ണ് മനസ്സുകൊണ്ട് പുരുഷനെ പ്രേമിച്ചാൽ മറ്റുള്ളവരെങ്ങനെ അറിയും? അതെ, പെണ്ണുറക്കത്തിൽ കിടന്ന് വിളിച്ചു പറഞ്ഞു, എന്റെ അയ്യോ, എന്റെ പെണ്ണുമക്കളെ നീ വർഷത്തിൽ വിളിച്ചു പറയല്ലേ, അവര് തല കൊയ്യും. ഇനി എല്ലാവരും കണ്ണടക്കി നടക്കി. നമ്മൾ എന്തിനാണ് ഈ കണ്ണടച്ചിട്ട് നടക്കുന്നത്? ആ തടവറയിൽ കിടക്കുന്ന മനുഷ്യനെ സ്ത്രീകൾ ആരും കണ്ടുകൂടാ. പൊന്നിയമ്മയ്ക്ക് പുടവ കൊടുത്തിട്ട് ഗുരുവെന്ന് ചൊല്ലി പിന്തിരിഞ്ഞ ദ്രോഹി ദുർഗാവാസൻ. അയ്യോ, നീ ഇവിടെ നിന്നാലേ പൊന്നിയമ്മ തലയർത്ത് കളയും. നടക്കും നടക്കും. ഇത് വലിയ അതിശയമായിരിക്കുന്നല്ലോ. കണ്ണപ്പനുണ്ണി, അവന്റെ മുഖത്തെ ആ വലിയ മീശ ഒഴിച്ചാൽ നിങ്ങൾ രണ്ടുപേരെയും കണ്ട ഒരുപോലെ ഇരിക്കും. ഇതിന്റെ പുറകിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. അവന്റെ അച്ഛനമ്മമാരെ പറ്റി നമുക്കൊന്ന് അറിയണം. ശരിയാ. സൂക്ഷിച്ചു വേണം പയറ്റുന്നത്. നമ്മുടെ കള്ളി വെളിച്ച തയ്യാറായി. വച്ചുകെട്ടുകളൊക്കെ ഇളകി തുടങ്ങി. അത് അവര് വരുന്നു. നിർത്തേൻ നിർത്തേൻ. നിങ്ങളെല്ലാം കളരിയിൽ അംഗം പിടിച്ചതാണ്.
എന്റെ അച്ഛൻ 100 കളരിയിലെ ആശാനായിരുന്നു. ഇവളുടെ അച്ഛന്റെ ചുരിക തടുക്കാൻ എന്നെ കൊണ്ട് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. കൊള്ളാം, നല്ല ഉശിരുള്ള പെണ്ണുങ്ങൾ. ഇന്നത്തേക്ക് ഇത് മതി. എല്ലാരും കുളിക്കാൻ പോകും. സൗന്ദര്യമുള്ള എത്രയോ പെൺകിടാങ്ങൾ എന്റെ കൺമുമ്പിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. പക്ഷേ പൊന്നിയമ്മ എന്റെ കരളിൽ കുടിൽ കൂടിയിരുന്നു. അപ്പം പുറപ്പെടുന്ന കുഞ്ഞിദേവി അതിപ്പോ എന്ന് ഓർമ്മിപ്പിക്കാതെ തങ്കക്കുടം പൊന്നിയമ്മയുമായിട്ട് അന്തി ഉറങ്ങണമായിരിക്കും ഇല്ലേ? അതെ, അതിനുവേണ്ടി എന്റെ ജീവൻ വരെ നഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണ്. പൊന്നിയമ്മേ, ഞാൻ മേലെ തേച്ച് തരട്ടെ? എടി പെണ്ണ, എന്റെ പുറം ഒന്ന് തേച്ച് തരുമോ? അയ്യോ, നിങ്ങളെന്താ റൗക്ക് കഴിക്കാതെ വിളിക്കുന്നത്? പുരുഷന്മാരുടെ മുഷ്ക അവസാനിപ്പിച്ചിട്ടല്ലേ കഴിക്കുള്ളൂ. എടീ കണ്ണജി, ചെറിയ വെള്ളം താരും വല്ല പനിയോ ജലദോഷമോ വല്ലതും വരും, തുമ്മല് വരും. അപ്പോഴേ ഇങ്ങനെ കളിച്ചോണ്ടിരുന്നാലേ, അല്ല കുളിച്ചോണ്ടിരുന്നാലേ വീട്ടിലെത്തണ്ടേ? ഏത് വീട്? ഈ താമരക്കുളം, തങ്കക്കുളം. നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ പൂവൊന്ന് മണപ്പിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. വരൂന്നേ. പൊന്നിയമ്മേ, പെൺമണിക്കോട്ടയിൽ പുരുഷന്മാർക്ക് വാഴാമോ? ഇല്ല. അതാ അവിടെ ഒരാൾ ഉണ്ണും ഉറങ്ങിയും സുഖിച്ചും കഴിയുന്നു. എവിടെ? അവിടെ. എനിക്ക് ഉടനെ അവന് തലയണിയണം. വരൂ. അവൻ എവിടെ ഒളിച്ചിരിക്കുന്നു? അവന്റെ തലയെ എറിഞ്ഞു കളയും. പറയും. അതാ നോക്കണം, എല്ലാം കഴിഞ്ഞ ഒരു പുരുഷൻ കിടക്കുന്നു. ദുർഗാദാസ് പെണ്ണ അല്ല, ഉഷിരുള്ള ആണ്. പണ്ടൊരിക്കൽ എന്റെ ജീവൻ രക്ഷിച്ചതിന്റെ പേരിൽ കൊല്ലാതെ അറയിലിട്ടിരിക്കാണ്. പറയും. ഈ പുരുഷനെയും ഈ കോട്ടയ്ക്കുള്ളിൽ വേണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ വെളിയിൽ തള്ളാം. പറയും. നേരാണ് കുഞ്ഞമ്മേ, എണ്ണയും തീയും അടുത്തടുത്ത് വേണ്ട.